മോദിയെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത് അയാൾ അത്തരത്തിലുള്ള ദ്രോഹപ്രവർത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ട്രംപിനെ കാണാൻ പോകുന്ന സമയത്ത് ബ്രിക്കിനകത്തു നിന്നാണ് പോകുന്നത്. ബ്രിക്കെല്ലാം കൂടെ ചേർന്ന് അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് വണ്ടി കയറി ഒരുത്തൻ അവിടെ പോയി അയാളെ അടുത്തിരുന്ന് മുഴുവൻ സാധനവും ഇന്ത്യയുടെ മുഴുവൻ സാധനവും കീഴടങ്ങി നിൽക്കാൻ ബാധ്യത വന്നിട്ട് ഇത് മുഴുവൻ കൊണ്ടുപോയി കൊടുക്കുന്നതല്ലേ. ആ സിസ്റ്റം ഉണ്ടാക്കരുതെന്നായി പറയുന്നത്. ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് ക്രിമിനൽസ് രാജ്യം ഭരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിനെ വിലയിരുത്തണമെങ്കിൽ നടനായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴും നടനായിട്ട് കൊള്ളാവുന്ന 1-2 അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും മറ്റു രാജ്യങ്ങളൊക്കെ ഇയാൾ പോയാൽ മതി. വളരെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓഡീഷൻ ഉണ്ട്. ഇതങ്ങനല്ല. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ദിലീപിൻ്റെ ഒക്കെ സിനിമയായിപ്പോയി. ഇന്ത്യയുടെ നാശത്തിലേക്കാണ് പോയി. കണിശമാണ് ഇന്ത്യ നാശിക്കുക. ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് നമ്മൾ മേപ്പോട്ട് പോകുന്നതായിട്ട് വേറെ 5 കൊല്ലത്തെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ മതി. ഏതെടുത്താലും താഴോട്ടാ പോകുന്നത്. മോദി വിരോധം ഉള്ള വ്യക്തിയാണ്. മോദി വിരോധമൊന്നും RSSനെയാണ് ഞാൻ എതിർക്കുന്നത്. അയാൾ അതിൻ്റെ അകത്തെ ഒരാളാണ്. ഹിന്ദുത്വത്തിനെ എതിർക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഹിന്ദുത്വത്തെ പൂർണ്ണമായി കൃത്യമായിട്ട് എതിർക്കേണ്ടതാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് തന്നെയാണ് എതിർക്കപ്പെടുന്നത്. കാരണം ഇന്ത്യൻ പൗരന്മാരായിട്ടിരിക്കേണ്ട ആൾക്കാർ ഹിന്ദുക്കളൊന്നും ആയിക്കോട്ടെ. ഇവിടെ ശബരിമലയിൽ 5 ലക്ഷം പേര് പോയാൽ അയ്യപ്പനുണ്ടായോ എന്ന് പറയുന്ന പോലെ ഇയാൾ പറയുന്നത്. ജനങ്ങളല്ല അത്, ആടുകളും പശുക്കളും. വടക്കേ ഇന്ത്യയിലെ ആൾക്കാരെ പോലെ അല്ല നമ്മൾ. അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലോട്ട് ഇതുവരെ അവർക്ക് കടന്നു വരാൻ പറ്റാതെ പശുത്തൊഴുത്തുകൾ ഉണ്ടാക്കാൻ കഴിയാതിരിക്കും. അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നല്ല സിനിമ എടുത്തായിട്ട് കേട്ടിട്ടുമില്ല. കനി കുസൃതി അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യത. കനി ഇവരുടെ എല്ലാം തലയ്ക്ക് മേളിൽ കൂടെ അപ്പുറം പോയില്ലേ. ഇനി എന്താ അതിൻ്റെ മേളിൽ ചർച്ച? ഈ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ അവളില്ലല്ലോ. ഇനി ഇവിടുത്തെ ഇൻഡസ്ട്രിയിലാണല്ലോ ഇവർക്കൊക്കെ സ്വാധീനമുള്ളത്. പെൺകുട്ടികളുടെ മാറിടം പിടിക്കുന്നത് ബലാത്സംഗത്തിനാണെന്ന കോടതി വിധിക്കെതിരെ അത് യോഗിയും മോദി അടക്കമാണ്. കാര്യമുണ്ട്. കോളേജിയം തിരഞ്ഞെടുത്തിരുന്ന അല്ലയോ ജഡ്ജിമാരെ? അത് പൊളിച്ചില്ലേ. ലഹരിക്ക് അടിമപ്പെട്ടവരാണ് കേരളത്തിലുള്ളവർ. അതെ, കാരണം ഗുജറാത്തിൽ മദ്യം കൊടുക്കാതിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വയ്ക്കുന്ന സ്ഥലമാണ്. ശ്രീരാമൻ്റെ വിവാഹ ദിവസം റോഡിൽ അലങ്കരിക്കാനായിട്ട് നിർത്തിയിരുന്നത് വേശ്യകളെ. ഒരാളുടെ വേശ്യയാകുന്നതിനെയാണ് ഭാര്യാപദം. വേറെ വ്യത്യാസം അങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ആധുനിക ചിന്താഗതികളുള്ള മൈത്രേനാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു പൃഥ്വിരാജിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയവും അതിനകത്ത് താങ്കളുടെ ഒരു മാപ്പപേക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആധുനിക ചിന്താഗതിയുള്ള മനുഷ്യൻ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ചില വാർത്തകളൊക്കെ വരുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിക്കും ഞാൻ മാപ്പ് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ഒരു ഗ്രൂപ്പ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തവർക്ക് വേണ്ടിയാണ് മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് വേണ്ടിയാണ് ഞാൻ മാപ്പ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ തെറ്റായി പോയി? ഒരിക്കലും അല്ല. പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ഞാൻ അതിനകത്ത് മാപ്പ് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ എഴുതിയില്ല. അതല്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എഴുതി കഴിഞ്ഞല്ലേ. അതെ, ഞാൻ മാപ്പ് പറഞ്ഞത് അനുചിതമായി അത് ഉപയോഗിച്ചതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് അതിന് ഇടുന്ന ക്യാപ്ഷൻ കൊണ്ട് വളരെ മോശമായിട്ട് ചെയ്യാറുണ്ട്. അത് എനിക്കിപ്പോഴും അറിയാം. അത്രയും വരെയൊക്കെ മനുഷ്യർക്ക് പോകാം. പക്ഷേ എൻ്റെ അയാളുടെയും പടം വെച്ചൊരു പോസ്റ്റ് എഴുതുമ്പം എൻ്റെ ഉദ്ദേശം വേറെയാണ്. ആ ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന് അടിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്നുള്ള രീതി. എന്നെ ഉപയോഗിച്ച ഒരാളെ അടിക്കുക എന്ന് ഇപ്പം എനിക്ക് പൃഥ്വിരാജിനെ സത്യത്തിൽ പരിചയമില്ല. എനിക്ക് യാതൊരു തരത്തിലും അങ്ങനെ ഇത് ഡയറക്ഷൻ എന്താണ്, സിനിമ എന്താണ് എന്ന് പറയുന്നൊരു ഡിസ്കഷനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നല്ല സിനിമ എടുത്തതായിട്ട് കേട്ടിട്ടുമില്ല. അങ്ങനെ ഈ പറയുന്നത് ഒരു വരിയ മാത്രം എടുത്ത് ഒരു പോസ്റ്റർ ഉണ്ടാക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. അത് അനുചിതമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. അതിന് ഡയറക്റ്റ് ചെയ്ത സിനിമകൾ താങ്കൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ സിനിമകളെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അറിയില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അതെന്താ അറിയാം? ഐൻസ്റ്റൈനെ പറ്റി നമുക്ക് നമ്മളെ പരിചയം ഉണ്ടോ? ഇല്ല. പിന്നെ ഈ ദൈവത്തിനെ പറ്റിയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെ പരിചയം ഉണ്ടായിട്ടാണ്? അല്ല. അപ്പം അതൊന്നും അല്ല. അങ്ങനെയല്ല. അത് ഇപ്പോൾ അതിനകത്തൊരു തെറ്റായി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റും എനിക്കില്ല. ഓക്കെ, അതേ അല്ല. ഞാൻ മാപ്പ് പറയുന്നത് അത് ഉപയോഗിച്ച മനുഷ്യരെ പറ്റി, അവർക്ക് വേണ്ടിയാണ്. ഞാൻ അവരെയും ചീത്ത പറയുന്നൊന്നുമില്ല. അത് ഞാൻ ആളുകൾക്ക് വേണ്ടിയാണ്. കാരണം അനുചിതമായി ചെയ്തതിൻ്റെയാണ്. അപ്പം അതുപോലെ തന്നെ താങ്കൾ മോഹൻലാലിനെ കുറിച്ചും സംസാരിച്ചു. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റി സംസാരിക്കാറുണ്ട്. മോഹൻലാലിനെ പറ്റിയും സംസാരിക്കാറുണ്ട്, മമ്മൂട്ടിയെ പറ്റിയും സംസാരിക്കാറുണ്ട്. പക്ഷേ അവരോടൊന്ന് വ്യക്തിപരമായിട്ടൊരു വിരോധം കൊണ്ടാണ് ഓരോന്ന് സംസാരിക്കുന്നത്.
അവരിതും പിണറായി വിജയനെ പറ്റി മോദിയെ പറ്റി പറയുന്നുണ്ട്, അല്ല ആരെ പറ്റിയാ പറയാത്ത, അതെല്ലാം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിനകത്ത് ഇത് ഇങ്ങനത്തെ ഒരു സാധനമല്ലല്ലോ. ഇപ്പം ഇപ്പൊ ഞാൻ മോദിയെ വിമർശിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി അതൊരു സോഷ്യൽ ക്രിട്ടിക്ക് നമ്മൾ വെക്കുന്നുണ്ടാകും, അത് വേറെ കാര്യമല്ലേ. അതുപോലെയാണോ ഇത് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും, ആ ഒരു സിനിമ വരുന്നതിനെതിരായിട്ട് ഒക്കെ അത് പ്ലാൻ ചെയ്ത് ചെയ്ത പോലെ തോന്നിപ്പോയി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ അഭിമുഖം നടത്തിയ വ്യക്തി ആ ഇതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇപ്പോൾ അതുവരെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഒരു എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹെഡിങ് ഒക്കെ എഴുതുന്ന സമയത്തൊന്നും നമുക്ക് ഞാൻ പറഞ്ഞ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ എനിക്കറിയാം, അത്രയൊക്കെ മനുഷ്യർ ചെയ്യും. പക്ഷേ വിരോധ ബെൽറ്റ് ഇടിക്കുക എന്ന് പറയുന്ന പക്ഷേ ഒരു സ്ഥലമില്ലേ. ഈ വിഷയത്തിൽ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്ന കനി കുസൃതി അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യത കനി ഇവരുടെ എല്ലാം തലയ്ക്ക് മേളിൽ കൂടെ അപ്പുറം പോയില്ലേ, ഇനി എന്താ അതിൻ്റെ മേളിൽ ചർച്ച? അങ്ങനെയുള്ള ഭയങ്ങളൊന്നും ഞാനെന്തിനാണ് എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്? അവളുടെ സ്വന്തം കഴിവിൽ ഈ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ അവളില്ലല്ലോ. ഇനി ഇവിടുത്തെ ഇൻഡസ്ട്രിയിലാണല്ലോ ഇവർക്കൊക്കെ സ്വാധീനമുള്ളത്. അവൾ ഇവിടുത്തെ ഇൻഡസ്ട്രിയിലല്ലല്ലോ എക്സിസ്റ്റ് ചെയ്യുന്നത്. അവളിപ്പോൾ അഭിനയിക്കുന്ന ബോംബെയിലല്ലേ. അതെ. പിന്നെന്താണ് അവളുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന കാര്യം? അതൊക്കെ മനുഷ്യരിങ്ങനെ ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു എന്നുള്ളതല്ലാതെ അതിനൊക്കെ എന്ത് മറുപടി പറയാൻ? താങ്കൾ സംസാരിക്കാൻ ഒട്ടേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പല വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ. മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ആരുടെയെങ്കിലും അവാർഡ് മേടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഗുഡ് ബുക്കിന് തന്നെ വോട്ട് മേടിക്കാനോ ഒന്നും അല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഒരാൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആ ആളിന് എനിക്കറിയുന്ന കാര്യം പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. താങ്കളൊരു മോദി വിരോധം ഉള്ള വ്യക്തിയാണ്. മോദി വിരോധമൊന്നുമില്ല, RSSനെയാണ് ഞാൻ എതിർക്കുന്നത്. അയാൾ അതിൻ്റെ അകത്തെ ഒരാളാണ്. ഹിന്ദുത്വത്തിനെ എതിർക്കുന്ന ആളാണ്. ഇന്ത്യയുടെ വൈവിധ്യത്തിനെ തകർക്കുന്ന നിലപാടുള്ളതിനെ എതിർക്കും. എന്തുകൊണ്ടാണ് ഹിന്ദുത്വത്തെ പൂർണ്ണമായി എതിർക്കുന്നത്? കൃത്യമായിട്ട് എതിർക്കേണ്ടതാണ്. ഹിന്ദുത്വം എന്ന് പറയുന്നത് തന്നെയാണ് എതിർക്കപ്പെടുന്നത്. കാരണം ഇന്ത്യൻ പൗരന്മാരായിട്ടിരിക്കേണ്ട ആൾക്കാർ ഹിന്ദുക്കളൊന്നും ആയിക്കോട്ടെ. ഹിന്ദുക്കളായിരുന്നവരെയാണ് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ വീണ്ടും ഹിന്ദുക്കളാക്കിക്കൂടാ, അതാണ് പ്രശ്നം. ലോകത്ത് ഈ മതമൊക്കെ ഉണ്ടായത് പണ്ടുണ്ടായതല്ലേ. അതെ. അപ്പം അവരിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ഉണ്ടാക്കിയത്. അതെ. അപ്പം മനുഷ്യരെല്ലാവരും പല മതത്തിലും ജാതിയിലും ഒക്കെ ഇരിക്കുന്നവരാണ്. അവരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്നിടത്തുനിന്ന് വീണ്ടും അവരെ തിരിച്ച് പഴയതിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് എതിർക്കുന്നത്. അത് തെറ്റായൊരു യാതൊരു സംശയമില്ല, തെറ്റാണ്. തെറ്റായൊരു പ്രവണതയൊന്നുമല്ല, തെറ്റാണ്. അല്ല. ഇപ്പോൾ ഞാനൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ എഴുതിയത്? വി ദ പീപ്പിൾ എന്നല്ലേ. അതെ. കഴിഞ്ഞില്ലേ? പിന്നെ ഇയാളുടെ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാവുള്ളത്? ചോദ്യത്തിന്റെ പ്രസക്തി ഇപ്പൊ എനിക്കൊരു നിലപാടുണ്ട്. ഇയാൾക്ക് എന്ത് നിലപാടുണ്ടായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യൻ പൗരനായിട്ടല്ലേ ഇയാൾ പാസ്പോർട്ട് എടുക്കുന്നത്? അതെ. അല്ല ഹിന്ദു പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. അത് തന്നെ, ഇത്ര ലളിതമാണ് അത്. അല്ലാതെ വേറെ നിലപാടൊന്നും ഇയാൾക്ക് കഴിയില്ല. കാരണം ഇയാൾ മലയാള ഭാഷ സംസാരിക്കുന്നു പറയുന്നത് ഇയാളുടെ തെരഞ്ഞെടുപ്പാണോ? അല്ല. അല്ല, എനിക്കറിയാം. മലയാള ഭാഷ അറിയുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും മലയാളത്തിൽ സംസാരിക്കുന്നത്. നമ്മളൊരു മലയാളം സംസാരിക്കുന്ന ഒരു പ്രദേശത്തായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ പൗരനാകുന്ന അങ്ങനെയല്ല. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. അതിനകത്തു നിന്നാണ് ആളുകൾ വൈവിധ്യങ്ങളായിരിക്കുന്നവരെ ഏകോപിപ്പിക്കുന്ന പണിയാണ് ഇന്ത്യൻ പൗരത്വം. അതെ. ആ ഇന്ത്യൻ പൗരത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം വീണ്ടും നമ്മൾ അതിന് മുമ്പുള്ള കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പുള്ള അവസ്ഥയിലുള്ള ആളുകളാക്കി തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് RSSനെ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്ന സാധനത്തിനെ ഞാൻ എതിർക്കും. എല്ലാ രാഷ്ട്രീയ സംഘടനകളും എതിർക്കും. രാഷ്ട്രീയ സംഘടനയല്ലത്, മത രാഷ്ട്രീയം. അത് രാഷ്ട്രീയ സംഘടനയല്ല. ഞാൻ BJP ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് കാണുന്നേ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുത്വം എന്ന് അങ്ങനെ പറയും. അതുകൊണ്ടാണ് അത് എതിർക്കുന്നത്. ഇപ്പോൾ കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളിലൊന്നും ഇപ്പോൾ RSSോ BJP ഒന്നും കേരളം ഭരിച്ചിട്ടില്ല. പക്ഷേ കേരളം ഭരിക്കുന്ന ഇവിടെയും ഹിന്ദുത്വം ഇല്ലേ ശരിക്കും? അത് ഹിന്ദുക്കളായിട്ടാണ് ആൾക്കാർ ജനിക്കുന്നത്. മലയാളികളാണെന്ന് നമ്മൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞില്ലേ. അതെ. ഇയാളെ എൻ്റെ ചോയ്സ് ആണോ മലയാളം സംസാരിക്കുന്നത്? അല്ല. അതേ ഉള്ളൂ. നമ്മളെല്ലാം ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിക്കേണ്ടി വരും. ആ വീട്ടിലുള്ള ആൾക്കാരുടെ അവിടെ അല്ല. പക്ഷേ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ തൊട്ട് ഈ വീടുകളിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് പൗരന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തിക്ക് വിരുദ്ധമായി പറയുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അല്ലെ പള്ളി അമ്പലമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടല്ല എതിർക്കുന്നത്. പള്ളിയിലും അമ്പലത്തിലും ഇരിക്കുന്ന ആൾക്കാർ ഇന്ത്യയെ പറ്റിയും ലോകത്തിനെ പറ്റിയും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ തരത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ സ്കൂളൊക്കെ തുടങ്ങുന്നത്?
വിദ്യാഭ്യാസത്തിന് വേണ്ടി. അതാ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ആ വിദ്യാഭ്യാസത്തിനകത്ത് എന്തോ പഠിപ്പിക്കുന്നു? പള്ളി രാമായണം പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളിൽ? ഇല്ല. അത്രയാ. അതുകൊണ്ട് ഇത്ര ലളിതമല്ലേ ഇടൂ. ഞാൻ ആ പറയുന്നത് മനസ്സിലാക്കാൻ എന്താ പ്രശ്നം? അല്ല, ഇത് ലളിതമാണെങ്കിൽ കൂടി ബാക്കിയുള്ള മതഗ്രന്ഥങ്ങൾ ഒരു എല്ലാ മതഗ്രന്ഥവും കോൺസ്റ്റിറ്റ്യൂഷൻ മുൻവശത്തില്ല, ഓക്കെ. പുറകില. ശീലം കൊണ്ട് നമ്മൾ രണ്ടുപേരും മലയാള ഭാഷ സംസാരിക്കുന്ന പോലെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആയിട്ടിരിക്കുന്നത്. അല്ലാതെ തെരഞ്ഞെടുത്തതല്ല. അല്ല, അതിനെ അവർ അതിനെ അത് അങ്ങനെ അവരെല്ലാവരും അങ്ങനെ ആണെന്നുള്ളത് കൊണ്ടാണ് പ്രൈവറ്റ് ആയിട്ട് വിശ്വാസങ്ങളെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെക്കുന്നത്. അല്ലാതെ വിശ്വാസം ഗംഭീരമായതുകൊണ്ടല്ല. അല്ല, ഇപ്പൊ താങ്കൾ ഈ ഇടയ്ക്കടുത്ത് ഒരു പെൺകുട്ടികളുടെ മാരണം പിടിക്കുന്നത് ബലാത്സംഗത്തിനാണെന്ന കോടതി വിധിക്കെതിരെ അത് യോഗിയും മോദി അടക്കം. മോശമാണ്. കാര്യമുണ്ട്. കോളേജിയം തിരഞ്ഞെടുത്തിരുന്ന അല്ലയോ ജഡ്ജിമാരെ? അത് പൊളിച്ചില്ലേ? ഇപ്പൊ 3 പേര് ചേർന്നിട്ടല്ലല്ലോ അതൊന്നും ഉണ്ടാക്കുന്നത്. അല്ല, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ലേ? അതെ. അതുണ്ടായിരുന്നു ഇല്ല. ഇത്രയായി പറയുന്നത്. അപ്പോൾ വളരെ ബോധപൂർവം നിലനിന്നിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള എൻറ്റിറ്റികളെ മുഴുവനും ഒരു മതരാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാക്കുക എന്ന് പറയുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി വിധികളിനകത്തെല്ലാം നമ്മൾ ഇപ്പോൾ എന്താണ് രാമജന്മഭൂമിയെ പറ്റിയുള്ള വിധി എങ്ങനെ വന്നത്? ദൈവം എന്ന് പറയുന്നത് ഒരാളാണെന്നാണ്, ഡീറ്റി എന്ന് പറയുന്ന ഒരാളാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടല്ലയോ ചന്ദ്രചൂഡൊക്കെ ചെയ്ത്. അതെ. അത് ആ മാറ്റമാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ നാശത്തിലേക്കാണ് പോയി. കണിശമാണ്. ഇന്ത്യ നാശിക്കുക, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് നമ്മൾ മേപ്പോട്ട് പോകുന്നതായിട്ട് പോപ്പുലേഷൻ കൂടിയതാണ് ആകെ ഒരു ഇൻഡിക്കേറ്റർ നമുക്കുള്ളത്. ബാക്കി ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ എടുത്തിട്ട് ഇന്ത്യ മേപ്പോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വേറെ 5 കൊല്ലത്തെ ഇൻഡിക്കേറ്റേഴ്സ് എടുത്താൽ മതി, ഏതെടുത്താലും താഴോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കൾക്ക്, അല്ലെങ്കിൽ മതമായി പോണ RSSനെ കുറിച്ച് താങ്കൾക്ക് ഒരു വിലയിരുത്തലുണ്ട്. കേരള രാഷ്ട്രീയത്തെ കുറിച്ചുള്ള എന്താണ് വിലയിരുത്തൽ? കേരളത്തിനകത്ത് ഇതേ പ്രശ്നം തന്നെയാണ്. ഇന്ത്യയുടെ ഭാഗമായിട്ടില്ലേ കേരളം നിൽക്കുന്നത്. ഇപ്പം എന്താണ് രാജീവ് ചന്ദ്രശേഖർ വന്ന് BJP ചേരുന്ന എങ്ങനെയാണ്? അധ്യക്ഷനായി. അത് സ്വാഭാവികമല്ലേ, നമുക്ക് കാണാവുന്ന കാര്യമല്ലേ. കോർപ്പറേറ്റ് ആയ ആൾക്കാരാണ് എല്ലാ സ്ഥലത്തോട്ടും വരുന്നത്. അതിനെന്താ സംശയമുള്ളത്? ആ ആൾക്കാരുടെ ഭരണമാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ്, അദ്ദേഹത്തെ കുറിച്ചുള്ള നിലപാട് എന്തായിരിക്കും? എനിക്ക് അയാളെ ഒന്നും എൻ്റെ ഒരു വിഷയമല്ല. അയാളൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. ഇപ്പൊ RSSനെ കുറിച്ച് താങ്കൾ RSSനെ പറ്റി ഞാൻ പറയാം, അതിനകത്ത് എതിർക്കുന്നത്. അല്ലാതെ സുരേഷ് ഗോപിയെ പറ്റി ഞാനെന്ത് പറയാൻ? RSS ചേർന്ന ഒരുത്തൻ, അത്രയാണ്. അതിൽ കൂടുതലൊന്നുമില്ല. അദ്ദേഹത്തെ ഭരണ വേറെ ഒന്നും എനിക്ക് അയാളെ പറ്റി സംസാരിക്കാനൊന്നുമില്ല. അയാൾ എന്തെങ്കിലും ലോകത്ത് ചെയ്തിട്ട് വേണ്ടേ സംസാരിച്ചു തുടങ്ങാൻ. മോദിയെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത് അയാൾ അത്തരത്തിലുള്ള ദ്രോഹപ്രവർത്തികൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ട്രംപിനെ കാണാൻ പോകുന്ന സമയത്ത് ബ്രിക്കിനകത്തു നിന്നാണ് പോകുന്നത്. ബ്രിക്കെല്ലാം കൂടെ ചേർന്ന് അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് വണ്ടി കയറി ഒരുത്തൻ അവിടെ പോയി അയാളെ അടുത്തിരുന്ന് മുഴുവൻ സാധനവും ഇന്ത്യയുടെ മുഴുവൻ സാധനവും കീഴടങ്ങി നിൽക്കാൻ ബാധ്യത വന്നില്ലേ? അതൊക്കെ ഒരു ഏത് നിലവാരത്തിൽ നമ്മൾ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരുത്തനെ പറ്റിയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇയാളെ പറ്റി എന്ത് സംസാരിക്കുന്നത്? അയാൾ നടനായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, അതല്ലാതെ വേറെ എന്ത് പറയാനാ? സുരേഷ് ഗോപിനെ വിലയിരുത്തണമെങ്കിൽ നടനായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴും നടനായിട്ട് കൊള്ളാവുന്ന 1-2 എണ്ണമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ പുരുഷന്മാരുടെ ലോകമില്ല. അത് മമ്മൂട്ടി, മോഹൻലാലും എല്ലാം ആ ഒരു 80% അവരുടെ സിനിമ കാണേണ്ട കാര്യമില്ല. ഈ പുരുഷാധിപത്യത്തെ കാണിക്കുന്ന നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിനും താങ്കൾ എതിരാണെന്നാണ്? കണിശമായിട്ട് എതിരാണ്. കാരണം പുരുഷാധിപത്യപരമായിട്ടല്ല മനുഷ്യർ പെരുമാറേണ്ടത്, പൗരന്മാരായിട്ടാണ്. ഈ സിനിമ എടുത്തു തുടങ്ങിയ സമയത്തുള്ള ഇയാൾ നോക്കിയാൽ മതി. നീലക്കുയിൽ, രണ്ടിടങ്ങഴി, ഇതിനകത്തൊന്നും അങ്ങനെയല്ലല്ലോ. അല്ല. അപ്പോൾ അത് മാറ്റി കൊണ്ടുവന്നതാണ് നമുക്ക് കാണരുത്. അതിനെപ്പറ്റി പറയുന്നത്. അല്ല, അപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നതുകൊണ്ട് കാര്യമാണ്. ഇവിടെ ശബരിമലയിൽ 5 ലക്ഷം പേര് പോയാൽ അയ്യപ്പനുണ്ടായോ എന്ന് പറയുന്ന പോലെയല്ലേ ഇയാൾ പറയുന്നത്. ജനങ്ങളല്ല അതെന്ന്, ആടുകളും പശുക്കളും ഒക്കെയാണ്. കുഞ്ഞാടുകളെ നെല്ലി വിളിക്കുന്നത്. ഇതൊക്കെ ഓരോരുടെ വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങളല്ലടൂ. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വാസമല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാ. അതെ, പക്ഷേ പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് അവർ ചത്തുമാറിയുമ്പോൾ പുതിയ ആൾക്കാരെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിന് പകരം തിരിച്ചാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളുമായി ഇത്രയും പറയുന്നതിലൂടെ ആളുകൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വടക്കേ ഇന്ത്യയിലെ ആൾക്കാരെ പോലെ അല്ല നമ്മൾ.
അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലോട്ട് ഇതുവരെ അവർക്ക് കടന്നു വരാൻ പറ്റാത്തത്. പശുത്തൊഴുത്തുകൾ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നത്. കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ അതാണ്, സുരക്ഷിതം. അത് എപ്പോഴും അങ്ങനെയാണ്. അതിനെ ചെറുക്കേണ്ട പണി എൻ്റെ പണിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം വിജയം അത് കണ്ടു? വേറെ അത് ഞാനല്ല നോക്കേണ്ടത്. സ്വാതന്ത്ര്യ സമരം 1855 ആരംഭിച്ചിട്ട് പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഇടയ്ക്ക് 20 വർഷം 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടായോ, ചെയ്തതിനോ വല്ല പ്രവൃത്തി ഉണ്ടായോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 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 ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് അളക്കുന്നതല്ല. ഇപ്പോൾ മറ്റൊരു വിഷയത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഹരിയെ കുറിച്ച് താങ്കൾ ഇപ്പോൾ നിരവധി ലഹരികളുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ഇവിടെ കൊലപാതകങ്ങളടക്കം നടത്തുന്നു. ആ വിഷയത്തിൽ താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കൊലപാതകം നടത്തുന്നവരല്ല. കൊലപാതകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമാണ്. അല്ലാതെ ലഹരി ഉപയോഗിച്ചിട്ട് കൊല്ലുന്നവരല്ല. ലഹരി ഉപയോഗിച്ച് കൊല്ലേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ലഹരി മേടിച്ച് അഡിക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത് വാങ്ങാൻ കാശില്ലാതാകുമ്പോൾ അപ്പോഴാണ് അവർ മോഷണത്തിനകത്തൊക്കെ തിരിയും. ഇപ്പം ഈ ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ടവരാടോ ഈ കേരളത്തിലുള്ള 80% കളി ഷാപ്പുള്ളതല്ലേ ഈ നാട്ടിലെ? അതെ. പിന്നെന്തുവാ ലഹരിക്ക് അടിമപ്പെടാത്തവരെ ഇയാളെ ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെയല്ല ഇപ്പോൾ പുതിയ സമൂഹം പറയും. പുതിയ സമൂഹം എന്ന് പറഞ്ഞ സാധനമൊന്നും അല്ല. ഞാൻ പറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ടവരാണ് കേരളത്തിലുള്ളവര്. അതെ. അവര് ഈ ഈ സകല മദ്യ ഷോപ്പും ഗവൺമെന്റ് ലഹരി കൊടുത്തോണ്ടിരിക്കുന്നവരല്ലേ. അതെ. പിന്നെ എന്തിനാ അത് പുതിയ കാര്യമായിട്ട് പറയുന്നത്? ഇപ്പം മദ്യം പോലുള്ള സാധനങ്ങൾക്ക് ഇവിടെ മദ്യം അനുമതി. ഇന്ത്യ പറയുന്നത് മുഴുവനും അല്ല, മദ്യം കൊടുക്കാതെ ആ, എന്താണ് ഗുജറാത്തിൽ മദ്യം കൊടുക്കാതിരിക്കുന്നുണ്ടല്ലോ. ഉം. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആയി മാറിപ്പോകും. എന്ന് പറഞ്ഞാൽ രഹസ്യമായി വിൽക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകരുതെന്നാണ് ഈ പറയുന്നത്. റെഗുലേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗം തന്നെ കുറയും. കാരണം അഗ്രസീവായിട്ട് വിൽക്കത്തില്ല. തന്നെത്താൻ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം. നമുക്ക് കുറച്ച് അവരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അതൊന്നുമല്ല. ഇത് മുഴുവൻ കൊണ്ടുപോയി കൊടുക്കുന്നതല്ലേ. ആ സിസ്റ്റം ഉണ്ടാക്കരുതെന്നായി പറയുന്നത്. ആ സിസ്റ്റം ഉണ്ടാക്കുന്നത് ക്രിമിനൽസ് രാജ്യം ഭരിക്കുന്നുണ്ട്. ക്രിമിനൽസ് രാജ്യം ഭരിക്കുന്നുണ്ട്. അവര് നടത്തുന്ന ഒരു പണിയാണ്. ഇപ്പോൾ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ വേശ്യാവൃത്തി ഇപ്പോൾ കേരളത്തിലടക്കം ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഉപദ്രവിച്ച സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വേശ്യാവൃത്തിയും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് എന്തുണ്ട്? അല്ല, ഈ പലരുമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കിന് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുന്നവർക്ക് തൊഴിലില്ലെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ട്രാൻസ്ജെൻഡർ ആകുന്നവരെല്ലാവരും അത് ചെയ്യുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന എന്തിനാ? അല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇയാൾ പറയേണ്ടത് ലൈംഗിക തൊഴിലാളികളായാലും അല്ലെങ്കിൽ രതി തൊഴിലാളികളായ ആൾക്കാരെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ്. അതെ. അത്രേ ഉള്ളൂ. അത് ഇതുപോലെ തന്നെയാണ്. റെഗുലേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ അഡൽട്ടായ ആൾക്കാർ ഇടപെടുന്നതിന് ഇയാൾക്ക് എന്ത് തടയാൻ പറ്റും? അല്ല, അതൊരു അത് കച്ചവടമായിട്ടാണല്ലോ. കച്ചവടമായിട്ട് തന്നെയാണല്ലോ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം എല്ലാം കച്ചവടം അല്ലാതെ എന്താണ്? കാശൊന്നും ഒഴിവാക്കിക്കേ കല്യാണത്തിൽ നിന്ന്. ആര് കല്യാണം കഴിക്കും? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനായിട്ട് കോടതി വിധിക്കുവോ? വിധിക്കും. അതെന്താ കാശല്ലേ കൊടുക്കുന്നേ? അതെ. എന്തിനാ കൊടുക്കുന്നേ? ചെലവിന്. ഇത്രയേ ഉള്ളടോ അത്. അതിന് ടാക്സ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ലൈംഗിക തൊഴിൽ നിരോധിക്കുന്നത്. ഇതേ കാരണം, വേറൊന്നുമില്ല. രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മൂന്നാമതൊരാൾക്ക് വേദനിക്കുന്ന ഒന്നും അതിലില്ല. ദ്രോഹമുള്ള ഒന്നുമില്ല. ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്താൽ മതി, ഡീക്രിമിനലൈസ് ചെയ്താൽ. അതിന് എന്താണ് എല്ലാവരും രാവിലെ എണ്ണീറ്റിട്ട് ലൈംഗിക പ്രവൃത്തിയിൽ പോകണം എന്ന് പറയേണ്ട കാര്യമില്ല. അല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും വേശ്യാലയങ്ങളുള്ളപ്പോൾ കേരളത്തിൽ അതിലേക്ക് എത്താത്ത ഇല്ലാതിരിക്കുന്ന ഇവിടെ നഗരം ഇല്ലായിരുന്നുകൊണ്ട് മാത്രം. ഇനിയിപ്പോൾ ആവശ്യമില്ല. ഇതുകൊണ്ട് സെൽഫോണൊക്കെ ഉള്ളതുകൊണ്ട് അവരവരുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും. മറ്റേത് ഈ ക്ലൈൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങേണ്ടി വരുന്നവരും ഒരിടത്ത് എത്തിച്ചേരേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിന്നിരുന്നു. നഗരങ്ങളുള്ളിടത്തെല്ലാം ഉണ്ടായതാണ് ഈ പഴയ കാര്യം. ശ്രീരാമൻ്റെ എന്താണ് വിവാഹ ദിവസം റോഡിൽ അലങ്കരിക്കാനായിട്ട് നിർത്തിയിരുന്നത് വേശ്യകളായിരുന്നു. അതുകൊണ്ട് ഇത് ഇപ്പോൾ തുടങ്ങിയല്ലോ. വേശ്യാവൃത്തി എന്ന് പറയുന്ന വാക്ക് സംസ്കൃതത്തിലുള്ളതല്ലേ, അതെ. ഉപനിഷത്തിലുള്ളതല്ലേ, ഇന്ത്യയുടെ സംസ്കാരമല്ലേ അത്. അതെ. പിന്നെന്താ പ്രശ്നം? ഇയാൾ അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്നൊന്നും അല്ലടോ ഇതൊന്നും. അല്ല, ഇപ്പോൾ ഉണ്ടാവുന്നതല്ല. അപ്പം കേരളത്തിൽ കേരളം ഒരു നഗരമല്ലായിരുന്നു. കേരളത്തിൽ നഗരം ഇല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് റോഡിലുള്ള ആൾക്കാരായിട്ട് അവർ നിന്നത്. ഇപ്പോൾ ഒരാളുടെ വേശ്യയാകുന്നതിനെയാണ് ഭാര്യാപദം എന്ന്. വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അതിന് കൂടുതലൊന്നും ഒരിക്കലും ഇല്ല. കാരണം അവർക്ക് വേറൊരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല, സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റത്തില്ല.
ഭർത്താവ് ഇപ്പോൾ എന്താണ് ഈ കോടതിക്കകത്തിരിക്കുന്ന മുഴുവൻ ഈ വയസ്സന്മാരാണ്. അവന്മാരവിടെ ഇരുന്നുകൊണ്ട് ഭാര്യയെ ബലാത്സംഗം ചെയ്താൽ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ? ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ കോടതിയിലെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അതെ. അപ്പം അത്രയും മനസ്സിലായ ആ പുരുഷന്മാർ തന്നെയാണ്. രഞ്ജൻ ഗൊഗോയ് എന്താണ് ഗോഗോയി അങ്ങനെ പറയുന്ന ഒരു തന്നെ അല്ലായിരുന്നോ ചീഫ് ജസ്റ്റിസ്? അതെ. അയാളൊരു സ്ത്രീയെ ഉപദ്രവിച്ച് തന്നെ അയാൾ തന്നെയല്ലയോ കേസെടുത്തത്? അയാൾ തന്നെയല്ലയോ അയാളെ വിചാരണ ചെയ്തത്? ഇങ്ങനത്തെ ഒരു കോടതിയല്ലയോ ഞാൻ ഈ പോണ്ടേ? പിന്നെ നിയമമൊക്കെ നടക്കും. ഈ കോടതിയൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കണോ ഞാൻ? കോടതി പോലും ഒരു കോടതി എന്ന് പറയുന്നത് ഈ കാണുന്ന തരത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമേ ഇല്ല. ഇങ്ങനെയല്ല അത് വേണ്ടത്. അത് അഴിച്ചു പണിയേണ്ടതാണ് അതൊക്കെ. കോടതി മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ അഴിച്ചു പണിയേണ്ടതാണ്. താങ്കൾ തന്നെ ഈ പണത്തിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ പണം വെച്ച ആളുകളെ പണം എന്ന് പറയുന്നത് ഇയാൾ മോശമാണെന്നുള്ള വരിയിലാണ് അത് തുടങ്ങുന്നത്. അതെ. അങ്ങനത്തെ ഒരു അർത്ഥതയെ എനിക്കില്ല. നമ്മളുണ്ടാക്കുന്ന റിസോഴ്സസ് ആണ്. അതെ. അത് ടാക്സ് ആയിട്ട് പിരിച്ചെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല പണം എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ്. ഈ പഴയ കാലത്തെ സ്വാമിമാർ പറയുന്ന വരിയൊന്നുമല്ല അത്. പണം ആവശ്യമാണ്, അത്യാവശ്യമാണ്, ഉപയോഗിക്കേണ്ടതാണ്. അത് വേറെ കാര്യമാണ്. അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നവർ അഭിനയിക്കുന്നവരാണ്. അവരെ പറ്റി ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പണം വെച്ച് കോർഡിനേറ്റ് ചെയ്യേണ്ട നിലനിന്ന് പോകുന്നത്. ആളിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വാക്കൊക്കെ തൻ്റെ വകയാണ്, എൻ്റെ വകയല്ല. അവര് സിനിമ വ്യവസായമാണെന്ന് ആദ്യമേ തീരുമാനിക്കുകയും ആ വ്യവസായം എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നതിന് അതിനെ കാണിക്കുന്നതിന് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് വേറെ കാര്യമാണ്. അതിനെയാണ് നമ്മൾ മൊണോപ്ലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. വേറെ ആർക്കും അഭിനയിക്കാനോ എടുക്കാനോ പറ്റാതെ അത് വരാതിരിക്കാൻ നോക്കേണ്ടതുണ്ട്. ടാലൻ്റ് ഉള്ള ആൾക്കാർ വരണം എന്ന് ആലോചിക്കുന്നതാണ്. അവരും ടാലൻ്റ് ഇവർക്ക് ഓഡീഷൻ കൊടുക്കാമല്ലോ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇയാൾ പോയാൽ മതി. വളരെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഓഡീഷൻ ഉണ്ട്. ആ ക്യാരക്ടറിനനുസരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇതങ്ങനല്ല. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും ദിലീപിൻ്റെയൊക്കെ സിനിമയായിപ്പോയി. സ്ക്രിപ്റ്റ് എഴുതുന്നതിനെ പറ്റി ഇയാൾ എഴുതിയ പേര് പോലും ആർക്കും അറിഞ്ഞൂടാ. അവരാണ് ഈ സിനിമ ആലോചിക്കുന്നത് തന്നെ. ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നത് താങ്കൾ തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. അവർ രഹസ്യമായി ഉണ്ടാകുന്ന സ്ഥലം തന്നെ ഇതല്ല. എല്ലാ വീട്ടിനകത്തും ഉണ്ടത്. താൻ ജനിച്ച വീട്ടിലും അതുണ്ട്. സ്ത്രീകളെ പുറവശത്ത് തന്നെയായിരിക്കും താമസിപ്പിക്കുന്നത്. പുറയിലല്ലേ അടുക്കള. അതെ. അത്രയാണ്. അതുകൊണ്ട് വീടിനകത്ത് ഇപ്പോഴും ഒഴിപ്പുണ്ട് ഇത്. ആ വീടുകളൊക്കെ അടുക്കളയൊക്കെ മുന്നേ വരുന്ന ഇപ്പം നമ്മുടെ ഹോട്ടലിലെ അടുക്കളയെല്ലാം മുന്നേ വന്നില്ലേ? അതെ. അതെങ്ങനെ വന്ന് പണ്ടങ്ങനെ എല്ലാം പുറയിലായിരുന്നു. കാരണം ഈ എല്ലാവർക്കും ഇത് കാണണം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ സ്ട്രക്ചറലായി ചേഞ്ച് വരേണ്ടത്. ഇപ്പോൾ വീടിനകത്ത് ജോലി ചെയ്യാൻ വരുന്നവരെ പുറകിൽ കൂടെ കയറ്റി അവരെ പ്രത്യേക കക്കൂസിനകത്ത് പോകാൻ നിർബന്ധിക്കുന്ന വീടുകളേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര വിവേചനമുള്ള വീട്ടിലാണ് നമ്മളെല്ലാം ജനിക്കുന്നത്. അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് റൂമിനകത്ത് ഇത് പഠിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ താങ്കൾ കുടുംബത്തെ പിരിച്ചുവിട്ടത് ഇപ്പം അതുവരെയുള്ള കനി പറഞ്ഞിട്ടുണ്ട്, താങ്കൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നല്ല രീതിയിൽ നടക്കണം, വൃത്തിയുള്ള ഒരു വേറൊരു സമൂഹമാണ്, അതിനെല്ലാം പിരിച്ചുവിട്ട് നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് കുടുംബം. 20ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് തന്നെ താനിപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇയാൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകം എന്ന് പറഞ്ഞാൽ ഇയാൾ കേൾക്കുമോ? ഇല്ല. അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? താങ്കൾ അങ്ങനെയായിരുന്നു. അല്ല, അത് ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ സമ്മതിക്കത്തില്ലല്ലോ. അത് തന്നെ. അതെനിക്കറിയാം. 20 വയസ്സ് കഴിഞ്ഞ ആൾ ഇന്ത്യൻ പൗരനായി കഴിഞ്ഞെന്ന് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കുടുംബം പിരിച്ചുവിട്ടത്. കുടുംബം പിരിയാണ്. കുടുംബത്തിന്റെ പറക്ക് തീർന്നിടൂ. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോവോ? ഇല്ല. ഇതെന്താടോ പിന്നെ പറയുന്നത്? അതുപോലെ തിരിച്ചറിഞ്ഞ് ഞാനുള്ള ജനാധിപത്യത്തിനകത്ത് നമ്മളെ മാത്രമല്ല കുട്ടികളെയൊക്കെ വളർത്തുന്നത്. നമുക്ക് ചെറിയ പണിയേ ഉള്ളൂ. പണ്ടങ്ങനല്ല. കൃഷിക്കാരായിരിക്കുന്നവർക്ക് അവരുടെ മക്കളുടെ കാര്യം മുഴുവൻ നോക്കണമായിരുന്നു. കാരണം വേറെ എവിടുന്നെങ്കിലും അറിവ് വരത്തില്ല, വേറെ എവിടുന്നെങ്കിലും സ്വത്ത് വരത്തില്ല. അങ്ങനെയല്ല ജനാധിപത്യത്തിനകത്തെ വീട്. സ്കൂള് നമ്മൾ ഉണ്ടാക്കിയതാണോ? അതെ. അത് വേറെ എല്ലാവരും അല്ലേ അതിന് ശമ്പളം എല്ലാം കൊടുക്കുന്ന അധ്യാപകർക്ക്? അതെ. മെഡിക്കൽ കോളേജ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. അല്ല. ഇതെല്ലാം സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് 20 വയസ്സായ ആൾക്കാർ തന്നെത്താൻ ജീവിക്കാൻ പറ്റുന്ന സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞതുകൊണ്ടാണ് അവരുടെ പുറകെ നടക്കേണ്ടത്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ പണി തീരുന്നത് കൊണ്ടാണ് അത് വേണ്ടാന്ന് പറയുന്നത്. അതായത് പഴഞ്ചൻ ലോകത്ത് ഈ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവരുടെ യുക്തിക്കകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ വളർന്ന് സ്വന്തമായി ജീവിക്കാൻ അറിയാവുന്ന അവർക്ക് മക്കളുള്ളവരെ വളർത്താൻ നടക്കുന്ന അമ്മയച്ഛന്മാരുടെ ലോകമായി. അതെന്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തത്. അവരോട് പറയുന്ന കാര്യം അത് ജീവിച്ച് കാണിക്കുന്നത് വഴിയാണ് പറയാനൊക്കത്തുള്ളൂ.
അതുകൊണ്ട് ചെയ്തു. ആ തിരിച്ചറിവുകൾ കൊടുത്താണോ കനിയെ വളർത്തിയത്? അങ്ങനെ തന്നെയാണ്. അതിന്റെ അത് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ രണ്ടാമത് പോയിട്ട് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ജയിച്ചു പോയ ആൾക്കാരുടെ പുറകെ നടന്ന് അവരെന്തുവാ ചെയ്യുന്നതെന്ന് തിരക്കാറില്ല. അത് അവരുടെ കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കേണ്ട ചോദ്യം. ഇപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന മൈത്രേയന് എല്ലാവിധ ആശംസകളും. ശരി.